നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്ന വിഷയമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിലൊരു പരസ്യ സംവാദം ഉണ്ടാകുമോ എന്നുള്ളത്. ഏതാണ്ട് ആ പ്രതീക്ഷയെല്ലാം മൊത്തത്തിൽ അവസാനിച്ചു. കാരണം ഇന്ന് രാവിലെ ഒരു പത്രത്തിൽ എഴുതിയ ലേഖനത്തിലൂടെ തന്നെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇന്നലെ മുതൽ ആ ചർച്ച ഫേസ്ബുക്കിലൂടെ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന്. ശേഷം അദ്ദേഹം വാർത്താ സമ്മേളനത്തിലും പറയുകയുണ്ടായി ഫേസ്ബുക്കിലൂടെയുള്ള ഒരു ചർച്ചയാണ് ഉദ്ദേശിച്ചത്, അല്ലാതുള്ള ഒരു പരസ്യ സംവാദമല്ല എന്നാണ്. ഫേസ്ബുക്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹം IT മേഖലയായിട്ട് ബന്ധപ്പെട്ട അടക്കമുള്ള 2-3 പോസ്റ്റുകൾ കൂടിയിട്ട് അദ്ദേഹം ഇട്ടിരുന്നു. അത്തരത്തിൽ അതിൻ്റെ താഴെയോ അല്ല അതിന് മറുപടിയായിട്ടുള്ള ചർച്ചകൾ തുടങ്ങി വെക്കാമെന്നുള്ളതാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്. ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാകട്ടെ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള ഒരു സംവാദത്തിൽ ഒരു ത്രില്ലില്ല, അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തന്നെ നിരാശപ്പെടുത്തിയെന്നാണ് സതീശൻ മാധ്യമങ്ങളോട് അറിയിച്ചത്. എല്ലാവരും വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നതായിരുന്നു. കേരളത്തിലൊരു പുതിയ രീതിയിലുള്ള ഒരു തുടക്കമായിരിക്കും അത്തരത്തിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഒരു ഇലക്ഷൻ സമയത്ത് നടത്തുന്ന ഒരു പൊതുസംവാദം എന്നാൽ പിണറായി വിജയൻ ഇതിൽ നിന്ന് പിൻവാങ്ങിയതോടെ ആ സാധ്യത അടഞ്ഞിരിക്കുകയാണ്. ഇതിലേക്കാണ് ജിമ്മി, ഈ പിണറായി വിജയൻ്റെ ഒരു ഇത്തരത്തിലുള്ള പിന്മാറ്റം ഇന്നലെ തന്നെ മനസ്സിലെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇത്തരത്തിലൊരു ഡിബേറ്റിന് മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ അതും സതീശന് മുമ്പിൽ അതിൻ്റെ ഒരു അവസ്ഥ എന്താകും എന്നുള്ളത് ഈ ചോദ്യമാണ് ഇനിയിപ്പോൾ പ്രശ്നമാകാൻ പോകുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന് മുമ്പിൽ വന്നാൽ പൊളിഞ്ഞടുകും എന്നൊരു മുൻധാരണയിലാണ് നമ്മളെല്ലാവരും. നമ്മളെന്ന് പറഞ്ഞാൽ പൊതുവേ ഇപ്പോൾ താങ്കളുടെ ചോദ്യത്തിലൊക്കെ ഈ ഒരു സംഭവമുണ്ട്. പക്ഷേ സത്യത്തിൽ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പരസ്യ സംവാദമല്ല ഉദ്ദേശിച്ചിരുന്നത്. നമുക്കത് മനസ്സിലാകാതെ പോയതാണെന്നാണ് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നത്. പക്ഷേ CPMൻ്റെ PR മാനേജ്മെൻറ്റ് പൊളിഞ്ഞതാണ്. ഇന്നലെ ഈ വാർത്ത വരുമ്പോൾ തന്നെ ഇത് 1000 സംവിധാനങ്ങളില്ലേ, ഈ മാധ്യമപ്രവർത്തകരെയൊക്കെ നിരന്തരം ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നതല്ലേ, ഇതിങ്ങനെയല്ല എന്ന് പറയാനുള്ള ഒരു ബുദ്ധി AKS സെൻറ്ററിലെ ബുദ്ധി കേന്ദ്രങ്ങൾ വലിയ ബുദ്ധിരാക്ഷസന്മാർക്ക് ഉണ്ടായില്ല. അങ്ങനെയാണ് ഈ വാർത്ത 12 മണിക്കൂർ എയറിൽ നിന്ന് ഇന്ന് രാവിലെ എല്ലാവരുടെയും വാർത്ത സതീശൻ പിണറായി പൊതുസംവാദം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പിണറായി പറഞ്ഞു ഇല്ല ഞാൻ ഈ കളിക്കില്ല എന്ന് പറയുന്നതോടുകൂടി മുഖ്യമന്ത്രി പേടിച്ചു പോയി. സത്യത്തിൽ അങ്ങനെയല്ല, മുഖ്യമന്ത്രി ഇന്നലെ തന്നെ അത് ഉദ്ദേശിച്ചിരുന്നില്ല എന്നുള്ളത് വ്യക്തമായിരിക്കെ തന്നെ പൊതു ബോധത്തിൽ പിണറായി വിജയൻ ഈ ചർച്ചയിൽ നിന്ന് ഇപ്പോൾ 2 പേരാണ് പൊതു ചർച്ചയിൽ നിന്ന് ഓടി ഒളിച്ചിരിക്കുന്നത്. ഒന്ന് BJPയുടെ രാജീവ് ചന്ദ്രശേഖർ ശിവൻകുട്ടിക്ക് മുന്നിൽ, 2 മുഖ്യമന്ത്രി പിണറായി വിജയൻ വി.ഡി. സതീശന് മുന്നിൽ. ഇതാണ് പ്രശ്നം. ഇത് കുറച്ചുകൂടെയൊക്കെ ബുദ്ധിപരമായി ഈ ക്യാമ്പയിനെ നോക്കിയിരുന്നെങ്കിൽ, സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളെയും മാധ്യമ വാർത്തകളെയൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത് ഗുണപ്പെട്ടേനെ. പക്ഷേ ഇത് തിരിച്ചടിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഡിബേറ്റ് നടന്നതുകൊണ്ട് ആ ഡിബേറ്റിൽ ഇപ്പോൾ ഒരു റൂമിലെ ഏറ്റവും ബുദ്ധിമാനല്ല ഡിബേറ്റിൽ ജയിക്കുക, ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ആളാണ് ജയിക്കുക. ഇപ്പോൾ ജസ്റ്റ് എ മിനിറ്റ് പരിപാടിയിലൊക്കെ പങ്കെടുത്ത ആളുകൾ പിന്നെ രാഷ്ട്രീയത്തിലൊക്കെ വന്നാൽ 1 മിനിറ്റ് കൊണ്ട് 10 കാര്യങ്ങൾ 12 വ്യത്യസ്ത ലൈനിൽ പറഞ്ഞു കളയും. അത് മാധ്യമപ്രവർത്തനത്തിലായാലും അങ്ങനെയാണ്. ജസ്റ്റ് എ മിനിറ്റുകാർക്ക് ഭയങ്കര മാർക്കറ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് വലിയ മാർക്കറ്റ് ഉണ്ടാകും. അതുകൊണ്ട് വി.ഡി. സതീശനും പിണറായി വിജയൻ ഏത് ഡിബേറ്റ് നടന്നാലും ആ ഡിബേറ്റിനകത്തെ വാചാടോപത്തിന് വളരെ വലിയൊരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ദാവൂദ് പറഞ്ഞ പോലെ ഈ നിക്സൺ വേഴ്സസ് JFK ജോൺ എഫ് കെന്നഡിയുടെ ആദ്യത്തെ ടെലിവൈസ് സംവാദത്തിൽ അതിനകത്തെ പറഞ്ഞ വാചകത്തിനല്ല മറ്റ് പല സാധനങ്ങൾക്കാണ് പലപ്പോഴും മേൽക്കൈ കിട്ടുക. അതുകൊണ്ടൊരു ഡിബേറ്റ് വെച്ചിട്ട് നിങ്ങൾ ആരാണ് നല്ല മുഖ്യമന്ത്രി എന്ന് തിരിച്ചറിയാമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷേ കുറച്ചുകൂടെ അളന്ന് തൂക്കിയുള്ള ഒരു അനാലിസിസും കാര്യങ്ങളും ഉണ്ടാകുന്നതിനേക്കാൾ സാധ്യത നല്ലപോലെ സംസാരിക്കാൻ അറിയാവുന്നയാൾ മറ്റേയാളെ സ്പീഡിൽ സംസാരിക്കാൻ അറിയാവുന്നയാൾ മറ്റേയാളെ അടിച്ചിരുത്തുക എന്നൊക്കെയുള്ളതാണ്. പിണറായി വിജയൻ ചിലപ്പോൾ അത് പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പിണറായി വിജയൻ പിന്മാറി. പക്ഷേ ചോദ്യങ്ങളെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണല്ലോ. ഇപ്പോൾ വി.ഡി. സതീശനും പിണറായി വിജയനും തമ്മിൽ ആരാണ് ഏറ്റവും കൂടുതൽ നുണ പറയുന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. നുണേശനാണോ നുണറായി ആണോ വലുത് എന്നുള്ളതാണ്. അതിനകത്ത് ശബരിമലയിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉത്തരവൊന്നുമില്ല. ഇപ്പോൾ ഇന്ന് നമ്മുടെ എഡിറ്റർ പ്രമോദുമായിട്ട് നടന്ന അഭിമുഖത്തിൽ വി.ഡി. സതീശൻ്റെ കൺട്രോളിൽ പോകുന്നത് നമ്മൾ കണ്ടു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ് നിങ്ങൾക്ക് അജണ്ടയുണ്ടെന്ന് പറഞ്ഞിട്ട് പിണറായി വീട്ടിൽ പോയി പറയാൻ പറഞ്ഞു. അത്രയും പറഞ്ഞില്ലെന്നുള്ള, പക്ഷേ വി.ഡി. സതീശൻ്റെ കൺട്രോൾ ഒന്ന് ഇളകുന്നത് നമ്മൾ കണ്ടു. അതേസമയം നിങ്ങൾ തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ RSSുമായി ചർച്ച നടത്തിയില്ലേ? ഒരു സ്വാമിയുടെ മധ്യസ്ഥതയിൽ മറുപടി ഇല്ലല്ലോ, പറഞ്ഞില്ലല്ലോ. വി.ഡി. സതീശനെതിരെ ഉന്നയിച്ച ഗോൾവാക്കറിന് മുമ്പിൽ വിളക്ക് കൊളുത്തിയത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള മാസമായിരുന്നു എന്നുള്ളത് അങ്ങനെയല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം ഡിസംബറിലാണ് എന്ന് വി.ഡി. സതീശൻ തിരിച്ചു പറഞ്ഞപ്പോൾ അതിന് മറുപടി ഉണ്ടായില്ലല്ലോ. ഇങ്ങനെ പല കാര്യങ്ങളിലും വി.ഡി. സതീശൻ അങ്ങോട്ട് ഉന്നയിക്കുന്നതിനും പിണറായി വിജയൻ്റെ ഭാഗത്ത് വലിയ മറുപടിയൊന്നുമില്ല. എന്ന് മാത്രമല്ല SDP-യുടെ കാര്യത്തിൽ ഇന്ന് സാഷ്ടാംഗം പഴത്തൊലിയിൽ തന്നെ വീഴുക, ഇതുപോലെ വീഴുക, ഈ പഴത്തൊലിയിലൊക്കെ ചവിട്ടിയിട്ട് വീഴുന്നതായിരിക്കും. അതുപോലെ വീണിട്ട് പിണറായി വിജയനോട് വളരെ ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ, SDP-ഐ വോട്ട് വേണോ വേണ്ടയോ? മറുപടി, പാലക്കാട് കോൺഗ്രസ് വോട്ട് വാങ്ങിച്ചില്ല, ഒക്കെ ചങ്ങായിമാരായിരുന്നില്ലേ എന്ന മറുപടിയോടുകൂടി ആ വിഷയത്തിൽ ക്ലീൻ ബൗൾഡായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ സംവാദം തുടരട്ടെ. ഈ സംവാദത്തിൽ അതേസമയം സ്വരാജ് പറഞ്ഞ ശവം തൂക്കി എന്ന പ്രയോഗം വളരെ ആക്റ്റീവായി തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത്
മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ആളുകളുടെ മരിച്ചുപോയ ആളുകളുടെ പേരിൽ നിങ്ങൾ പണം പിരിച്ചു, ആ പൈസ ഇതുവരെ വീടായോ എന്തെങ്കിലും ആയോ വന്നിട്ടില്ല. അതുതന്നെ പിണറായി വിജയൻ ഇന്നത്തെ ലേഖനത്തിൽ എടുത്ത് ഉന്നയിക്കുന്നുണ്ട്. മരിച്ചവരെ വിറ്റാണ്, മരിച്ചവരുടെ പോക്കറ്റ് അടിച്ചില്ലെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിബേറ്റ് നമുക്കൊരു ഷോ നമുക്ക് നഷ്ടമായി. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ തർക്കവിതർക്കങ്ങൾ നടക്കട്ടെ. പക്ഷേ CPM-ൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അതിഭീകരമായ ഒരു PR ഓപ്പറേഷൻ പാളിയതാണ് ഇന്നലെ വൈകുന്നേരം മുതൽ പിണറായി VD സതീശൻ ഡിബേറ്റ് നടക്കും എന്ന ഒരു ചർച്ച മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കാനുള്ള കാരണം. യെസ്, ദാസാഹിബ്, ഇതിൻ്റെ കുറ്റവും ഒരുപക്ഷെ മാധ്യമങ്ങളുടെ മുകളിലേക്കായിരിക്കാം CPM സൈബർ സഖാക്കൾ ഇടാനുള്ള സാധ്യതയേറെ. കാരണം പിണറായി അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ഇത്തരത്തിലൊരു സംവാദമല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, സോഷ്യൽ മീഡിയയിലുള്ള ആണെന്നും അവർ വ്യാഖ്യാനിച്ചേക്കാം. പക്ഷേ എന്നാൽ തന്നെ ഇതിൻ്റെ ഒരു എഡ്ജ് നിലവിലിപ്പോൾ സതീശന് കിട്ടിക്കഴിഞ്ഞില്ലേ? അല്ല, അതിലേ ഈ വ്യാഖ്യാനിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനൊരു ഓക്കെ, പിണറായി വിജയൻ അങ്ങനെ ഉദ്ദേശിച്ചില്ലെന്ന് വിചാരിക്കുക. പക്ഷേ VD സതീശൻ ക്ഷണിച്ചു കഴിഞ്ഞല്ലോ. ഞാൻ റെഡിയാണ്, വിഷയവും സമയവും അങ്ങേക്ക് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പന്ത് അങ്ങോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഞാൻ എവിടെയാണെങ്കിലും റെഡിയാണ്, അങ്ങ് സന്നദ്ധനാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൽ VD സതീശൻ ഉറച്ചു നിൽക്കുമ്പം അതിൽ ആത്മവിശ്വാസം സ്ഫുരിക്കുന്നുണ്ട്, ഒരു അപ്പർ ഹാൻഡ് അവിടെ വരുന്നുണ്ട്. മുഖ്യമന്ത്രി പറയുകയാണ് ഞാൻ ഫേസ്ബുക്ക് സംവാദമാണ് ഉദ്ദേശിച്ചത്. ഫേസ്ബുക്ക് സംവാദം എല്ലാ ദിവസവും നടക്കുന്നുണ്ടല്ലോ. ഫേസ്ബുക്ക് സംവാദം പരസ്യതം ഫേസ്ബുക്ക് സംവാദം എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പുതിയ വിശേഷം എന്താണ്? ഒരു വേറൊരു സംവാദത്തിന് മുഖ്യമന്ത്രി ക്ഷണിച്ചിരിക്കുകയാണെന്നൊരു ഫീലാണ് വന്നത്. ഇനി മുഖ്യമന്ത്രി അങ്ങനെ ക്ഷണിച്ചിട്ടില്ല എന്ന് തന്നെ വെക്കുക. പക്ഷേ സതീശൻ അങ്ങോട്ട് പന്തിട്ട് കഴിഞ്ഞു. ഞാൻ സന്നദ്ധനാണ്, ഞാനൊരു ഏത് വിഷയത്തെക്കുറിച്ചും, അങ്ങ് നിർദ്ദേശിക്കുന്ന ഏത് വിഷയത്തെക്കുറിച്ചും ഏത് സമയത്തും ഏത് സ്ഥലത്തും ഒരു പരസ്യ സംവാദത്തിന് ഞാൻ തയ്യാറാണ് എന്ന് VD സതീശൻ പ്രഖ്യാപിക്കുക വഴി ഒരു എഡ്ജ് അവർ നിശ്ചയമായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നടക്കില്ല, നമുക്ക് ഉറപ്പാണ്. നമുക്കറിയാം ആളുകളുടെ പ്രകൃതമൊക്കെ ഇതിൽ വളരെ പ്രധാനമാണ്. പിണറായി വിജയന് ആ നിലക്ക് ഒരു പബ്ലിക് ഡിബേറ്റിന് വരിക, അപ്പുറത്ത് VD സതീശൻ പോലെ ഒരു നല്ലൊരു ഡിബേറ്ററോട് ഡിബേറ്റ് ചെയ്ത് നിൽക്കുക, അത് അദ്ദേഹത്തിന് പലപ്പോഴും നമുക്കറിയാമല്ലോ, പത്രസമ്മേളനങ്ങളിൽ പോലും പലപ്പോഴും കൺട്രോൾ നഷ്ടപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് പിണറായി വിജയൻ അത് സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് സാധ്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് VD സതീശൻ എന്ത് ചെയ്യുന്നത്? ഇന്നിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടല്ലോ, മറന്നുപോയെന്നോ എന്തോ ചോദിച്ചിട്ട്, ശ്രദ്ധിക്കുമല്ലോ, മുഖ്യമന്ത്രി ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ പിണറായി വിജയൻ്റെ വീക്ക് പോയിന്റ് എവിടെയാണെന്ന് ശ്രദ്ധിക്കുമല്ലോ. വീക്ക് പോയിന്റ് നോക്കി ഇടിക്കുക എന്നുള്ളതാണ് നല്ലൊരു യുദ്ധതന്ത്രമാണ്. അതിനകത്താണ് VD സതീശനായിട്ട് കളിക്കുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ സാധാരണമാണ് സുകേഷ്. ഇത് ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ കൊണ്ടുവരിക, അതിൽ സംവാദങ്ങളുണ്ടാകുക, തർക്കങ്ങളുണ്ടാകുക, വെല്ലുവിളികളുണ്ടാകുക. അതിൽ നിന്നെല്ലാം ആളുകൾ ഒരു സംഗതി ഡിറൈവ് ചെയ്തെടുക്കും. നല്ലൊരു ശതമാനം ആളുകൾ ഓൾറെഡി അവർ തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാകും. പിന്നെ കുറച്ച് ആളുകളാണ് എന്താണ് സ്വിങ്ങിങ് വോട്ട് എന്ന് പറയുന്ന, ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് എന്നൊക്കെ പറയുന്ന ആ കാറ്റഗറി കുറച്ച് പേർ, ചെറിയൊരു പെർസെൻറ്റേജ് ആയിരിക്കും. ആ പെർസെൻറ്റേജാണ് വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ അവരെ പിടിക്കാനുള്ള അവസാനത്തെ ഏറ്റവും ക്ലവർലി ടാക്ടിക്സ് എന്തൊക്കെയാണ് അത് നോക്കി കളിക്കുകയാണ്. അതാണ് രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്തം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലുള്ള കൗതുകങ്ങളും അതിൻ്റെ ഒരു എന്താ പറയുക, അതിൽ വരുന്ന സിനിമാറ്റിക് ആയിട്ടുള്ള സംഗതികൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പണിയാണ് നമ്മളെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനിതിൽ വേറൊരു സംഗതി കാണുന്നത്, ഇതൊക്കെ പ്രത്യക്ഷത്തിൽ ഈ UDF LDF രാഷ്ട്രീയവും സംവാദവും ഒക്കെ നടക്കുമ്പോൾ തന്നെ പാരലൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് TP സെൻകുമാർ എന്ന് പറയുന്ന മുൻ DGP അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും വേണ്ടിയില്ല, കോൺഗ്രസ്സിന് വോട്ട് ചെയ്യരുത്, അത് നിങ്ങളുടെ ഡെത്ത് വാറൻ്റ് ആയിരിക്കും എന്ന് വളരെ കർക്കശമായ സ്വഭാവത്തിൽ അല്പം വൈകാരികമായ ഭാഷാപ്രയോഗങ്ങൾ ഉപയോഗിച്ച് പുള്ളി പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ഈ TP സെൻകുമാർ എന്ന് പറയുന്ന ആളാരാണ്? അദ്ദേഹം കേരളത്തിലെ ഹിന്ദുത്വ ബ്രിഗേഡിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരകനാണ്. പിണറായി വിജയനാൽ ക്രൂശിക്കപ്പെട്ട ആൾ എന്നാണല്ലോ പുള്ളി അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പരിചയപ്പെടുന്നത്. പിണറായി വിജയൻ എന്നെ അനാവശ്യമായി വേട്ടയാടി എന്നാണ് അദ്ദേഹം പറയുന്നത്. DGP സുപ്രീം കോടതിയിൽ പോയ കഥയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങേയറ്റം വൈകാരികമായ ഭാഷയിൽ വന്ന് പറയുകയാണ്, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും വേണ്ടിയില്ല, കോൺഗ്രസ്സിന് വോട്ട് ചെയ്യരുത്, അത് നിങ്ങളുടെ ഡെത്ത് വാറൻ്റ് ആയിരിക്കും എന്ന് പറയുകയാണ്. ഇത് ആദ്യത്തെ തവണയല്ല. 2-3 ആഴ്ച മുമ്പ് പുള്ളി ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിലെന്താ പറയുക വെച്ചാൽ VD സതീശനെതിരെ BJPയോ BDJSോ സ്ഥാനാർത്ഥിയെ നിർത്തരുത്, അവിടെ തൊട്ടടുത്ത എതിരാളി, വിജയസാധ്യതയുള്ള തൊട്ടടുത്ത എതിരാളിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ LDFന് വോട്ട് ചെയ്യണം എന്നാണല്ലോ അതിൻ്റെ മലയാളം. ഇതെന്താണെന്നാണ്
ഇതെന്താണ് സംഗതി, ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ ഇത് ഒരു പാരലൽ വേൾഡിൽ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്. BJP സംഘ് പരിവാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണേണ്ട കാര്യം അവർക്ക് മൾട്ടി ലെയേർഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉള്ളൊരു സംവിധാനമാണ്. ഇപ്പോൾ BJP അവർ സംസാരിക്കുന്ന അവരുടെ ഒരു പൊളിറ്റിക്കൽ ലാംഗ്വേജ് സാധാരണമായ നമ്മളൊക്കെ എന്താണ് ടെലിവിഷൻ ക്യാമറകൾക്ക് മുമ്പിലും പത്രസമ്മേളനങ്ങളും പൊതുയോഗങ്ങളിലൊക്കെ സംസാരിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതൊരു ലെയറാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ലെയറാണ്. RSSൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രീമുണ്ട്, അത് ഇൻവിസിബിളാണ്, നമുക്ക് അത് കാണാനോ റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ല, വേറൊരു ഇതിലിങ്ങനെ പോവുകയാണ്, ചാനൽ കൂടുകയാണ്. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ലെയറാണ് ഈ പറയുന്ന ദ സോ കോൾഡ് ഫ്രിഞ്ച് എലമെൻറ്റ്സ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മുഖ്യധാരയിൽ നിൽക്കാത്ത ഹിന്ദുത്വ എലമെൻറ്റുകളുണ്ടാകും. പ്രതീഷ് വിശ്വനാഥ്, ശശികല, ഈ TP സെൻകുമാർ, ആ ലീഗ് ഉണ്ടല്ലോ, അവർ നടത്തുന്നൊരു കമ്മ്യൂണിക്കേഷൻ സ്ട്രീമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന സെൻകുമാർ. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിൻ്റ് ഇതാണ്: നിങ്ങൾ VD സതീശനെ തോൽപ്പിക്കണം, കോൺഗ്രസിനെ തോൽപ്പിക്കണം. അത് ഒരു വശത്ത് നടക്കുന്നു, ഇപ്പുറത്ത് ഈ ഡീലിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ നടക്കുന്നു. ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ഒരു സംഗതി എന്ന് വെച്ചാൽ TP സുനിൽകുമാർ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു ജനവിഭാഗത്തോടാണ് സംസാരിക്കുന്നത്. പക്ഷേ ആ സംസാരം എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ടല്ലോ, പല അടരുകൾ, ഇതെല്ലാം കണക്ക് കൂട്ടി, ഇതെല്ലാം മനസ്സിലാക്കി യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ നടക്കുന്നത് നേതാക്കന്മാരുടെ പ്രസ്താവനകളിലല്ല, നേതാക്കന്മാർ പറയുന്നതിനപ്പുറം അണ്ടർ ദ കാർപ്പറ്റ് നമ്മൾ പറയില്ലേ, ഇതിനടിയിലൂടെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയെടുക്കാനുള്ള, ആ സിഗ്നലുകൾ സ്വീകരിക്കാനുള്ള ആൻറ്റിന മലയാളി വോട്ടർക്ക് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് എല്ലാം വരട്ടെ, എല്ലാ നിലക്കുള്ള സെൻകുമാറിൻ്റെ വരട്ടെ, പിണറായി വിജയൻ്റെ വരട്ടെ, VD സതീശൻ്റെ വരട്ടെ, രാഹുൽ ഗാന്ധിയുടെ വരട്ടെ, അതിൽ നിന്നൊരു പോയിൻ്റ് സ്വരുക്കൂട്ടിയെടുക്കുവാനുള്ള ശേഷി മലയാളി വോട്ടർമാർക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, വോട്ടെടുപ്പിലേക്ക് ഇനി 8 ദിവസങ്ങൾ മാത്രമാണുള്ളത്. നമുക്കറിയാം, സതീശൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, തിരികെ മുഖ്യമന്ത്രി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, മുണ്ടക്കൈ ചൂരൽമല മുന്നിൽ വെച്ചിട്ടുള്ള ഇവരെ പരസ്പരമുള്ള വാചക കസർത്തുകൾ, ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ആരുടെ അവകാശവാദങ്ങൾക്കായിരിക്കാം ജനങ്ങൾ വിധിയെഴുതുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം.